നമ്മുടെ അസോള ഉണ്ട്, അസോള. ഇതാണ് നമ്മുടെ കോഴിയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5 കോഴിയാണ് വളർത്തിയത്. പക്ഷെ ഒരു അസുഖവും വന്നിട്ടില്ല. ഞാൻ മരുന്നെന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടേ ഇല്ല. എപ്പോഴും ഞാൻ കൊടുക്കുന്ന ഈ അസോളയാണ്. അസോള ഇത് ആമ്പലിൻ്റെയും താമരയുടെയും പാത്രത്തിലൊക്കെ ചിലത് ഇങ്ങനെ കുറച്ച് കറുത്ത് പോകും കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വളം ഒക്കെ കൂടുന്നത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു. അപ്പം നമ്മുടെ അല്ലെങ്കിൽ വെറുതെ ഇടണം. വെറുതെ ഒരു പാത്രത്തിൽ കുറച്ച് അസോള നമ്മൾ ഇട്ടാൽ വേറെ പ്രശ്നമൊന്നും വരത്തില്ല, നല്ലതായിരിക്കും. ഇത് കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ കുറേ എല്ലാ ആമ്പലിൻ്റെയും താമരയുടെയും പാത്രത്തിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും എൻ്റെ കയ്യിൽ വേറെ പാത്രം ഇല്ലാത്ത കാരണം ഞാൻ അതിനകത്ത് തന്നെ കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് തന്നെയാണ് ഞാൻ എന്നും ഒരു ദിവസം പോലും മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞാൻ കോഴിക്ക് ചിലപ്പോൾ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ അസോള എടുക്കുന്ന ഒരു പാത്രമുണ്ട് കേട്ടോ. ആ പാത്രം കാണുമ്പോഴേ കോഴികൾ എൻ്റെ ബാക്കിൽ നിന്ന് എന്തൊരു ഓട്ടമെന്നറിയാവൂ, അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ അസോള അവർക്ക്. അപ്പം എന്തായാലും ഇതിന് വലിയ ചിലവൊന്നുമില്ല. കോഴി വളർത്തുന്ന എല്ലാവരും ഇതുപോലെ കുറേ അസോളയും കൂടെ ഇട്ടിരുന്നാൽ നമുക്ക് കുറച്ച് തീറ്റ ചിലവ് കുറച്ച് കൂടുതൽ ചെയ്യുന്നവർക്ക് കുറേ തീറ്റ ചിലവ് കുറേ ലാഭിക്കാം. നമുക്കിപ്പോൾ അത്രയ്ക്കൊന്നും ഇടാനില്ല, അത് കാരണം എന്നാലും ഓരോ ദിവസവും കൊടുക്കും. ഞാൻ ഇങ്ങനെ എല്ലാ പാത്രത്തിലും കൈയിട്ട് തന്നെയാണ് വാരുന്നത് കേട്ടോ. എനിക്കതിനൊന്നും മടിയൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പം കുറേ നല്ല നമ്മുടെ കുഞ്ഞു മാക്രികൾ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. രാത്രിയാകുമ്പം പണ്ടൊക്കെ വയലിൽ, ഞങ്ങളുടെ വീടും വയലിൻ്റെ കരയിലായിരുന്നേ. അപ്പോൾ രാത്രിയാകുമ്പം വിളി എന്തോരം വിളിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിലും വിളിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് വന്നത്. എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാ പോട്ടിനകത്തും നമ്മൾ കൈ ഇടുമ്പോഴായിരിക്കും ചാടിപ്പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് കൊടുക്കാൻ ഇത്രയും മതി. ഇതാണ് ഇത്. ഞാനൊരു വെള്ളത്തിൽ കൂടെ ഒന്നുകൂടെ വന്നിട്ട് കഴുകിയെടുത്തിട്ട് ഇതവർക്ക് ഇപ്പോൾ ഒരു നേരം കൊടുക്കാൻ കുറച്ച് ഗോതമ്പും അരിയെല്ലാം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുക. അപ്പം അതിൻ്റെ കൂടെ ഈ അസോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കും. ഇനി വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തീറ്റ കൂടെ കൊടുക്കും. കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുത്തു. ഇലയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ, കൊത്തി തിന്നാനായിട്ട്. എന്തായാലും ഈ അസോള ഉള്ളവർ കോഴിക്ക് കൊടുക്കാൻ മറക്കരുതേ.